പ്രദീപ് ഇല്ലേ മിസ്സസ് അഞ്ജു? ഇല്ല, പ്രദീപേട്ടനുള്ളപ്പോൾ വന്നോളൂ. അപ്പോ ഞങ്ങളെ ഇറക്കി വിടാനുള്ള മൂഡിലാ അഞ്ജു അല്ലേ? ആന്റി, എന്റെ ഡാഡി എപ്പോഴാ വരുന്നേ? നമുക്ക് ഡാഡി വരുന്നവരെ കാത്തു നിൽക്കാം അങ്കിൾ. ഓ, ഐ ആം റെഡി. ഇവിടെ പുറത്തിരിക്കുന്നതിൽ വിരോധമുണ്ടോ? ആതിരി, അമ്മുക്കുട്ടി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ എപ്പോഴാ വന്നേ അമ്മു? സൗഖ്യമാ இருக்கா? ரொம்ப சௌக்கியமா இருக்கு. ஸ்கூல்ல எப்படி? வாங்கோ, அப்புறம் போகலாம். കണ്ടില്ലേ, ഇത് ഞാൻ പറഞ്ഞു പഠിപ്പിച്ച നാടകമൊന്നുമല്ല. രണ്ടും അമ്മുക്കുട്ടിമാരാ, രണ്ടും ആദരമാരും. ഞാൻ പറഞ്ഞിരുന്നില്ലേ, രണ്ടുപേരും ഷെൽട്ടർ എന്ന പേരുള്ള ഒരു ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിച്ചിരുന്നെന്ന്. ആ പരിചയമാണ്. പക്ഷേ സോനയുടെ മകൾ എൻ്റെ കൂടെയുള്ള ആതിരയാണെന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട് എൻ്റെ കയ്യിൽ. ഞാനും സോനയും അമ്മുക്കുട്ടിയും വീട്ടിൽ വെച്ചും പിക്നിക്കിന് പോയും ഒക്കെ എടുത്തതായി 100 കണക്കിന് ഫോട്ടോസുകളുണ്ട്. അത് മാത്രം മതിയാവും അമ്മുക്കുട്ടിയെ സോനയുടെ മകളെന്ന് തെളിയിക്കാൻ. ഇവിടുള്ള അമ്മുക്കുട്ടിയെ തിരിച്ച് ഹോസ്റ്റലിൽ തന്നെ എത്തിക്കണം എനിക്ക്. പക്ഷേ അതിനു മുമ്പ് സ്വത്തുക്കൾ തിരിച്ചു തന്നേ പറ്റൂ. മര്യാദയുടെ വഴിയിൽ നിന്ന് എന്നെ മാറ്റരുത് നിങ്ങൾ. മാറ്റിയാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കുമെന്ന് പ്രവചിക്കാൻ എനിക്ക് പോലും കഴിയില്ല. മോളെ, ബൈ. ശ്യാം പ്രകാശിനെ ചതിക്കാൻ മെനക്കെടണ്ട. ജീവിതം ഉണ്ടാവില്ല പിന്നെ. വാ മോളെ. ഹലോ, ആ സോഫിയാണോ? ആ എന്താ ഇപ്പൊ ആരെയും ഇങ്ങോട്ട് കാണാനില്ലല്ലോ. ഞങ്ങളെയൊക്കെ ഇത്ര വേഗം ഇങ്ങോട്ട് മറന്നോ? സോഫി ഇല്ലേ? ബോബനും സെല്ലിനും എവിടെ പോയി? ദുബായിലോ? ആ, ഷോപ്പിങ്. എന്താ ഫെസ്റ്റിവലോ? ആ പോട്ടെ. അവര് സന്തോഷമായിട്ട് പോയിട്ട് വരട്ടെ. അവര് സുഖമായിട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞാൽ മതി. അവര് വരുമ്പോ എന്നെ വന്നൊന്ന് കാണാൻ പറ. നീയും വരണം. ചില കാര്യങ്ങളൊക്കെ എനിക്ക് തീരുമാനിക്കാനുണ്ട്. അതൊക്കെ നേരിട്ട് പറയാം. ശരി. അപ്പോ സെലീന കുഞ്ഞിന് സഹായം കിട്ടത്തില്ലല്ലോ? ഇല്ല, ഇനിയിപ്പോ കോടതി തന്നെ ശരണം. സത്യം കോടതി കണ്ടെത്തണം. എന്തായാലും ശ്യാമ കേസ് കൊടുത്ത് കഴിഞ്ഞില്ലോ. കൊച്ചേ, എനിക്കൊരു സംശയം. എന്നതാ? അനർഹയായ ഒരു അമ്മുക്കുട്ടിക്കാണോ ഞാൻ എൻ്റെ ചിന്നുമോൾക്ക് അവകാശപ്പെട്ട തറവാടും പറമ്പും എഴുതി വെച്ചത്? എനിക്ക് തെറ്റ് പറ്റിയോ കൊച്ചേ? പിന്നെ മനസ്സ് വിഷമിക്കാനെന്നോ ഭാവം? അപ്പൊ ശരിയെന്ന് തോന്നുക ചെയ്തു. സോനമോളുടെ കുഞ്ഞ് പട്ടിണി കിടക്കുന്ന കാണാനൊക്കോ? ഇല്ലല്ലോ. നല്ല മനസ്സോടെ ചെയ്ത കാര്യ. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായോ ഒന്ന് സംശയം. എന്നതായാലും ഇവിടുന്ന് മനപ്രയാസപ്പെടരുത്. ഒക്കത്തിനൊരു പരിഹാരം മാതാവ് കാട്ടിത്തരും. ഇന്നലെ രാത്രിയിലും മരുന്ന് കഴിച്ചില്ല. ഇന്ന് ഇതേവരെയും കഴിച്ചില്ല. ഞാൻ എടുത്തോണ്ട് വരട്ടോ? എന്താ? എന്താ എന്താ പറ്റിയേ? ആ കരിമനും കൂട്ടരും കൂടി എന്റെ ക്ലിനിക്ക് പൂട്ടിച്ചു. ഞാൻ ചിന്നുവിനെ തെറ്റായ ചികിത്സ ചെയ്തെന്നും എന്തോ മരുന്ന് നൽകി
അവളെ മിണ്ടാതാക്കിയെന്നൊക്കെ പറഞ്ഞ് കല്ലെറിഞ്ഞ് കെട്ടിടത്തിന്റെ ചില്ലൊക്കെ തകർത്തു. സ്റ്റാഫിലുള്ള ചിലരെ കയ്യേറ്റവും ചെയ്തു. നിനക്ക് പോലീസിനെ വിളിക്കായിരുന്നില്ലേ? വിളിച്ചു. അവര് വരികയും ചെയ്തു. കയ്യും കെട്ടി നോക്കി നിന്നു എന്നല്ലാതെ അവരൊന്നും ഇടപെട്ടില്ല. ഇത് എന്നെ ഏർപ്പാടാ? ഇതെന്നാ വെള്ളരിക്ക പട്ടണമാണോ? എന്റെ പേരിൽ കുറ്റമുണ്ടെന്ന മട്ടിലായിരുന്നു അവരുടെയൊക്കെ പെരുമാറ്റം. അതിന് നിനക്കെതിരെ പോലീസ് കേസൊന്നും ഇല്ലല്ലോ? ഉണ്ടച്ച, എനിക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസുണ്ടെന്നാ ഞാൻ അറിഞ്ഞു. ചിന്നുവിനെ കൊല്ലാൻ ശ്രമിച്ചു. നിന്നെ ആരും ദേഹോദ്രവൊന്നും ഏൽപ്പിച്ചില്ലല്ലോ? ഓ, വന്നതാ. എന്റെ അസിസ്റ്റന്റുമാരെ തടഞ്ഞു. കരിമനായിരുന്നു ഏറ്റവും കൂടുതൽ ശൗര്യം. എന്റെ കയ്യും കാലൊക്കെ തല്ലി ഒടിക്കുന്നും പറഞ്ഞു. പിന്നെ കുറെ ഒടിക്കും. ഇതിങ്ങനെ വിട്ട പറ്റത്തില്ല. കുഞ്ഞ് വേഗം അർജുന കുഞ്ഞിനെ വിളിച്ചേ, ഇല്ലെങ്കിൽ സോഫി കുഞ്ഞിനെ വിളിച്ചാലും മതി. ഇതിനൊരു മറുഗതി ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. വേണ്ട കൊച്ചേ, രണ്ട് കൈയും കൂട്ടിമുട്ടിയാലേ ശബ്ദം കേൾക്കൂ. അകത്ത് ഒരു മിണ്ടാപ്രാണി കിടപ്പുണ്ട്, ചിന്നു. അവളുടെ ഭർത്താവാ കരുവൻ. അവളുടെ മനസ്സ് നോവുന്നതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ക്ഷമിക്കുക. എല്ലാം ഒന്ന് ആര് തണുക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കുറച്ച് ദിവസം ക്ലിനിക്കൊന്ന് പൂട്ടിയെന്ന് വെച്ച് എൻ്റെ കുഞ്ഞ് പട്ടിണി കിടക്കുമൊന്നുമില്ലല്ലോ. ആ മോളെ, നീ ഇനി ഇവിടെ ഇരുന്നാ മതി. നിന്നെ തിരക്കി രോഗികൾ ഇവിടെ എത്തും. സൗജന്യമായി നാട്ടുകാരെ ചികിത്സിക്കാനിട്ട ക്ലിനിക്കാണ്. അമേരിക്കയിൽ പോയി അധ്വാനിച്ച് സമ്പാദിച്ച കാശ് നാട്ടുകാരെ സേവിക്കുന്നതിന് പകരം കൊടുത്ത സമ്മാനം. മതി മോളെ, ഇനി നീ ആരെയും സേവിക്കണ്ട. ഈ നാടിന്റെ ശാപം അത്. നമ്മൾ വിചാരിച്ച അത് മാറൂല്ല. എന്നാലും ആ കരിമ്പൻ ഇത്രയ്ക്കും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അവന്റെ കൊച്ചിനെയും കെട്ടിയോളെയും പൊന്നുപോലെ നോക്കുന്നത് ആരാ? പാറു. അതിന്റെ പ്രതിഫല അവനിപ്പോ എന്റെ മോക്ക് കൊടുത്തത്. കർത്താവ് ഇതൊന്നും ക്ഷമിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഇപ്പൊ എന്നാ ആയി കാര്യങ്ങള്? എലി വിചാരിച്ചാലും പർവ്വതം തുറക്കാൻ പറ്റും. കൂട്ടിച്ചില്ലേ നമ്മള് ആ ഡാക്ടർ കൊച്ചിന്റെ ആശുപത്രി? കൂട്ടത്തോടെ നമ്മൾ ഇരച്ചു ചെന്നപ്പോ ചത്തിട്ട് 10 ദിവസം ആയതുപോലെ ആയിരുന്നു അവളുടെ മോന്ത. പിന്നെ പോലീസും കൂടി വന്നപ്പോ ശരിക്കും ചത്തു വലച്ച്. പക്ഷെ ഇതുകൊണ്ടൊന്നും എന്റെ പ്രശ്നത്തിന് പരിഹാരമായില്ലല്ലോ. ചിന്നും കുഞ്ഞും ഇപ്പോഴും നേരിട്ട് തന്നെയല്ലേ ഉള്ളത്. ആയിക്കോട്ടെ, ഇനി അടുത്ത നടപടിയും കൂടി കഴിയുമ്പോ ചിന്നുവിനെയും കുഞ്ഞിനെയും പാർവതി തന്നെ മഞ്ചലി ചുമന്ന് ഇവിടെ എത്തിക്കും. ഇനി വേണ്ടത് പാർവതിയുടെ പ്രാക്ടീസ് അങ്ങ് നിർത്തിക്കാന്നുള്ളതാ. പാർവതി തൊട്ടാൽ തള്ളയും പിള്ളയും ചാവും എന്ന് നാടുനീളെ നമ്മൾ പറഞ്ഞു പരത്തണം. എടാ, അതിനുള്ള ആൾക്കാരൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതും ഞാൻ തന്നെ ചെയ്തോളാം. അടുത്ത പടി എന്നതാണെന്ന് വെച്ചാ പോലീസിനെ കൊണ്ട് പാർവതിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. എന്നാ? അതൊന്നും നടക്കത്തില്ല. സെലിന സാർ അല്ലയോ തലപ്പത്തിരിക്കുന്നത്? എടാ, ഇരുന്നോട്ടെ. പക്ഷേ സെലീന ലീവില. മാത്രമല്ല അങ്ങ് ദുബായിലും. 1 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. അതിനുള്ളിൽ പാർവതി റിമാൻഡിലാവണം. നടക്കോ മാത്തൂസേ? നടക്കും. ഒരാദിവാസി പെണ്ണിനെ ജീവച്ഛവമാക്കിയത് നിസാര കാര്യമാണോ? അത് സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയാണെന്നുള്ളതിന് നല്ല അസല് തെളിവില്ലേ? 10 കൊല്ലം അകത്ത് കിടക്കേണ്ട കുറ്റവാ ചെയ്തിരിക്കുന്നേ. പക്ഷേ അച്ചായ, ഇത്രയും കടുപ്പത്തിൽ നമ്മൾ പെരുമാറണോ? ദാണ്ടെ ഉടച്ചല്ലോ ചട്ടിയും കലവും. ഇവൻ എന്തു പുളുന്താനായി എന്റെ മലങ്കാളി. എടാ, നിനക്ക് നിന്റെ കെട്ടിയോളും കൊച്ചും തിരിച്ചു വേണോ? അതോ നീരേറ്റിലെ കൊച്ചമ്മ കേറാൻ മോളി നിൽക്കണോ?
ഇപ്പൊ അറിയണം എനിക്ക്. അറിയാനൊന്നുമില്ല. എന്ത് ചെയ്തിട്ടായാലും ചിന്നുനും കുഞ്ഞിനെയും കൊണ്ടുവരണം. അങ്ങനെ ഉറച്ചു നില്ല്. ഇനി കാര്യങ്ങൾ എനിക്ക് വിട്ടതാ. സ്വത്ത് തിരിച്ചു പിടിക്കാൻ ഞാൻ വേറെ ചില വഴികൾ നോക്കുന്നുണ്ട്. അതെന്നതായാലും ചിന്നുവിന് തിരിച്ചു കിട്ടും. പക്ഷേ അതും വെച്ച് നീ എന്നാ ചെയ്യും? അതൊന്നും എനിക്കറിയത്തില്ല. ചതിച്ച് നേടാൻ നോക്കിയതുകൊണ്ടാ ഞാൻ പറഞ്ഞ സ്വത്തുക്കൾ തിരിച്ചു പിടിക്കുമെന്ന്. അല്ലാതെ എനിക്കും ചിന്നും അവിടെ ചെന്ന് താമസിക്കാനൊന്നുമല്ല. ചുമ്മാ ഇട്ടൊരു സാധനം എനിക്ക് വേണ്ടതാണ്. എടാ, അതാ യഥാർത്ഥ ആദിവാസികളുടെ മനസ്സ്. പിന്നെ ആ വലിയ ബംഗ്ലാവും 2 ഏക്കർ പൊന്നും വില കിട്ടണ പറമ്പും എന്നാ ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, സംഗതി എനിക്ക് പാട്ടത്തിന് തന്നേര്. ഞാൻ അവിടെ ഇച്ചിരി വാനിലയും റബ്ബറും കൃഷി ചെയ്ത് പാട്ടക്കാശ് കൃത്യമായിട്ട് ഇവിടെ എത്തിച്ചോളാം. അതൊക്കെ പിന്നത്തെ കാര്യമില്ല അച്ഛാ. ആദ്യം ചിന്നുനെ എൻ്റെ മോനെ ഇവിടെ എത്തിക്കാനുള്ള വഴി നോക്ക്. പിന്നെ സ്വത്തൊക്കെ അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്നാന്ന് വെച്ചാൽ ചെയ്യും. ഈശ്വര. നിനക്കും കുഞ്ഞിനും വേണ്ട വഴിപാടൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നിന്റെ അസുഖമൊക്കെ വേഗം മാറും. പിന്നെ നിന്റെ കുഞ്ഞിന് പേരിടണ്ടേ? വലിയ ചടങ്ങായിട്ട് ആഘോഷിക്കണമെന്ന് കരുതിയതാ. പക്ഷേ നീ ഇങ്ങനെ കിടക്കുമ്പോൾ അത് പറ്റത്തില്ല. എന്നാലും കരുമനെ വിളിക്കാൻ ഞാൻ കേശവൻ നായരെ പറഞ്ഞയച്ചിരുന്നു. അവൻ കേശവൻ നായരെ അടിച്ചില്ലെന്നേ ഉള്ളൂ. കോളനിയിലുള്ളവരുടെ മുമ്പിൽ വെച്ച് അവൻ കേശവൻ നായരെ അധിക്ഷേപിച്ചു. തിരിച്ചൊന്നും പറയാതെ കേശു ഇങ്ങ് പോരുകയും ചെയ്തു. ഈശ്വര. അല്ല, ഇവൻ എന്ത് പേരാ ഇടാൻ പോണത്? പേര് കൊച്ചു പറയാമെന്നല്ലേ എനിക്ക് വാക്ക് തന്നിരുന്നത്. ഇദ്ദേഹത്തിന് മനസ്സിൽ എന്നതാ ഉള്ളേ? പേരുകൾക്കാണോ പഞ്ഞം? മുരളീധരൻ, മുകുന്ദൻ, കേശവൻകുട്ടി, ഗോവിന്ദൻകുട്ടി, അങ്ങനെ എത്ര ഐശ്വര്യമുള്ള പേരുകളുണ്ട്. അല്ല, കൊച്ചിന്റെ അമ്മയുടെ മനസ്സിൽ എന്നതേലും കാണാതിരിക്കത്തില്ല. ആ മുത്തിമ്മ വന്നൊരു പേരും പറഞ്ഞു പോയതല്ലയോ? എന്നതാ ഓർമ്മയില്ലയോ? ചാപ്പാണീന്ന്. ചാപ്പാണി മുത്തിയുടെ അപ്പന്റെ പേരാത്രേ. പറ്റില്ലാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ. ചിന്നു, ഇവന് ഒരു ആദിവാസി പേര് തന്നെ വേണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? എന്ന് വെച്ചാ അവൻ വളരേണ്ടത് ഇന്നത്തെ സമൂഹത്തിലാ. അവനെ ആരും പേര് പറഞ്ഞ് കളിയാക്കരുത്. ഞാനൊരു പേര് പറയാം. കേക്കട്ടെ. കതിരൻ. കൊച്ചിന്റെ അമ്മയ്ക്ക് ഇഷ്ടമായി ഇല്ലയോ? എന്നാ പിന്നെ ഇവനെ നമുക്ക് കതിരൻ എന്ന് തന്നെ വിളിക്കാം. എന്താ? വാ മക്കളെ വാ. അപ്പൂപ്പൻ മോന് പേരിടാൻ പോണു. കതിരൻ, കതിരൻ, കതിരൻ.